समप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। സ്വന്തം ജീവിതത്തിൻ്റെ സുഗമമായ ഗതിക്കും സുഖകരമായ താമസത്തിനും ഉതകുന്ന വളരെ ആത്മാർത്ഥമായി കൊടുത്ത ഒരു ഉപദേശമാണ് കഴിയാവുന്നതും ഭർത്താവുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകണം. ഭർത്താവിൻ്റെ തേജോ ആധിക്യത്തെ നിനക്ക് ക്രമേണ സഹിക്കത്തക്ക വിധത്തിൽ ജ്വലിക്കുന്ന ഉജ്ജ്വലമായ പ്രഭാവലയത്തെ നിനക്ക് സഹിക്കത്തക്ക വിധത്തിൽ അത് ക്രമേണ മാറി വരും എന്നത്. അത് ശകുന്തളയ്ക്ക് ഭർതൃഗൃഹത്തിലേക്ക് പോകുമ്പോൾ, ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ശകുന്തളയ്ക്കും ദുഷ്യന്തനും കൂടി കൊടുക്കുന്ന ഉപദേശം അല്ലെങ്കിൽ സന്ദേശത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഒന്ന്, പ്രപഞ്ചങ്ങൾക്ക് മുഴുവനും പ്രകാശം ചെരിയുന്ന ഒരാളാണ് ഇവിടെ ഭർത്താവ്. ത്വഷ്ടാവ് പ്രപഞ്ചശില്പിയുമാണ്. സംജ്ഞയുടെ പിതാവ് ത്വഷ്ടാവ് പ്രപഞ്ചശില്പിയുമാണ്. ഇവിടെ നാം ഭൗതികമായി നോക്കുമ്പോൾ ഈ കഥ തൻ്റെ തന്നെ ജീവിതത്തിന് സുഖമുണ്ടാക്കുന്ന, വളരെ സൗകര്യപ്രദമായ വിധത്തിൽ ജീവിച്ചു പോകാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നതിന് യത്നിക്കണം എന്ന് പിതാവ് പറഞ്ഞിട്ടും അതനുസരിക്കുന്നില്ലെന്നുള്ളതാണ്. ഇത് ലോക ജീവിതത്തിൽ എല്ലാ വ്യക്തികളിലും ഇത് കാണാം. പക്ഷെ അങ്ങനെ പിതാവ് പറഞ്ഞിട്ടും കേൾക്കാത്തവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ ഭാര്യമാരുദ്ദേശിക്കുന്ന തരത്തിൽ ഭർത്താവിൽ നിന്ന് സുഖം കിട്ടിയില്ല എങ്കിൽ ആരായാലും പ്രതികരിച്ചു പോവില്ലേ? ആണല്ലോ പറഞ്ഞത്, അങ്ങനെ പെട്ടെന്ന് സുഖം കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സാധാരണ ആളല്ല ഭർത്താവ്. അപ്പോൾ അയാളുടെ കൃത്യാന്തരപരത ഇവൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിതത്തിന് ഒരു മാറ്റം വരുത്താൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവളുടെ ജീവിതമാണ് കുഴപ്പത്തിലായി പോകുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അതവൾ സ്വന്തം നിലയിൽ മനസ്സിലാക്കേണ്ടതായിരുന്നു. സ്വന്തം നിലയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അച്ഛൻ പറഞ്ഞു ഇതെല്ലാം അറിയാവുന്ന, ഇതെല്ലാം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അറിവല്ല ഇദ്ദേഹത്തിനുള്ളത്, ഈ വിശ്വകർമാവിനുള്ളതേ. അസാധാരണമായ സിദ്ധിവിശേഷമുള്ള പ്രപഞ്ചത്തിൻ്റെ ത്രികാലങ്ങളെക്കുറിച്ചും ജ്ഞാനമുള്ള ഒരു വ്യക്തി അതൊന്നും ഇല്ലാത്ത ഒരു കുട്ടിക്ക് സ്വന്തം മകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴത് പരീക്ഷിച്ച് നോക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് പൊതുവെ ലോക ജീവിതത്തിൽ മനുഷ്യൻ നേരിടുന്ന പ്രശ്നം. ഒരു ചെറിയ പ്രയാസം പോലും തനിക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന സുഖത്തിന് വേണ്ടി അനുഭവിക്കാൻ തയ്യാറല്ല എന്നതാണ്. ഉടനെ തന്നെ ഇതെല്ലാം സാധിച്ചു കിട്ടണം. ഈ ഉടൻ സാധിച്ചു കിട്ടുന്നത് എന്തും നിലനിൽക്കില്ലാത്തതാണ്. അതിന് നിലനിൽപ്പുണ്ടാകില്ല. കാര്യം ഉടനെ സാധിച്ചു കിട്ടിയെന്നിരിക്കും, പക്ഷെ നിലനിൽപ്പുണ്ടാകില്ല. അപ്പം ഈ ഒരു കുറേ നാൾ സഹിച്ചു നോക്കിയിട്ട് പ്രതികരിച്ചാൽ അതൊരു ശരിയായ പ്രതികരണം. അതിന് പിന്നെയും അർത്ഥമുണ്ടെന്ന് പറയാം. കാരണം അറിയാവുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാണിത്. ഇപ്പോൾ വൈദ്യൻ പറയുന്നത് രോഗി അനുസരിച്ചില്ലെങ്കിൽ ഔഷധം കഴിച്ച് രോഗം മാറ്റാനൊക്കെ ഇല്ല. അല്ലാതെ അത് നിങ്ങൾ മത്സ്യമാംസങ്ങളൊന്നും കഴിക്കരുത്, ഈ മരുന്ന് കഴിച്ച് തീരുന്നത് വരെ എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഇന്ത്യൻ പൗരൻ്റെ ഭരണഘടനാപരമായ ഒരു സ്വാതന്ത്ര്യത്തിൽ വൈദ്യൻ കൈവയ്ക്കുകയാണ് എന്ന് വിചാരിച്ചാൽ പിന്നെ അവൻ്റെ കാര്യം പറയാനില്ല. അവൻ രോഗമൊന്നും മരിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വൈദ്യൻ പോയി വൈദ്യൻ്റെ പാട് തിരക്കട്ടെ, ഞാൻ എൻ്റെ കാര്യമൊന്നും നോക്കാം എന്ന് വിചാരിക്കുന്നത് പോലത്തെ ഒരു വിചാരമാണ് ഇത്. ഏറിയും കുറഞ്ഞും എല്ലാ ഭവനങ്ങളിലും നമുക്ക് കാണാം. എല്ലാ കാലത്തും ഉണ്ട് തന്നെ, എല്ലാ കാലത്തും ഉണ്ട്. അതിന് സ്ഥലവ്യത്യാസമോ വ്യക്തിവ്യത്യാസമോ
ഒന്നുമില്ലാതെ അറിയാവുന്ന ആൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു പുച്ഛത്തോടു കൂടി ഇതാണോ ഇത്ര വലിയ കാര്യമായിട്ട് എനിക്കറിയാവുന്ന കാര്യമല്ല, എനിക്ക് മനസ്സിലാക്കിയിട്ടല്ല ഞാനിത് ചെയ്യാത്തത്, ഇതിപ്പോൾ ഇയാൾ അച്ഛനിപ്പോൾ പറഞ്ഞു തന്നിട്ട് വേണോ ഇത് മനസ്സിലാക്കാൻ, നിസ്സാരമായ ഒരു സംഗതി എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഈ വ്യക്തികൾ മാത്രമല്ല, സ്ഥാപനങ്ങൾ ഇത് തള്ളിക്കളയും. ഒരു കുടുംബത്തിന് ഒരു ഉപദേശം കൊടുത്താൽ അവരിതനുസരിക്കില്ല, അവർ തള്ളി. പിന്നെ ഞങ്ങളുടെ പൂർവ്വന്മാരൊക്കെ ജീവിച്ചു പോകുന്നത് ഇയാളുടെ ഉപദേശം കേട്ടിട്ടല്ലേ. ഒരു സ്ഥാപനം, രാഷ്ട്രീയ പാർട്ടിയോ മറ്റ് സാമുദായിക സംഘടനകളുടെ കേന്ദ്ര ഓഫീസോ അങ്ങനെയുള്ള സ്ഥാപനം കൊണ്ടു നടക്കുന്ന ആളോട് പറഞ്ഞാലും കേൾക്കില്ല. പറഞ്ഞാൽ കേൾക്കണമെന്നുള്ളതല്ല, ആ പറഞ്ഞത് ശാസ്ത്രീയമായിട്ടാണെങ്കിൽ അത് ഉൾക്കൊള്ളണ്ടേ. അല്ലാണ്ട് ഇവിടെ അനുസരിക്കുന്നില്ലെന്നുള്ള ഒരു പ്രശ്നമല്ല ഇവിടെ വരുന്നില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നവുമല്ല, അല്ലെങ്കിൽ വേറെ ഒരാളുടെ ബൗദ്ധികമായ ആധിപത്യത്തിൻ്റെ കീഴിൽ വരുന്നു എന്ന പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ആവർത്തിക്കാത്ത വിധത്തിൽ ജനങ്ങൾ അവരവരുടെ കാര്യത്തിനുതകുന്ന പ്രവൃത്തി യത്നം സൗകര്യം കിട്ടുമ്പോഴൊക്കെ ചെയ്തു കൊള്ളണം. അത് അറിയാവുന്നയാൾ പറഞ്ഞാൽ പ്രത്യേകിച്ചും ചെയ്യണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ലാഭം. അങ്ങനെ ഒരു ലാഭമുണ്ട്. ഈ അനുഭവങ്ങൾ ഒരുപാടുള്ള ഒരാൾ കൊച്ചുമകനെയോ അല്ലെങ്കിൽ നേരായുള്ള മകനെയോ ഉപദേശിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ലാതായി പോകുന്നു ഈ കൊച്ചുമകനും അല്ലെങ്കിൽ മകനും. ഇതെല്ലാം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ തലമുറകളായിട്ട് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസപ്പെടുന്നു ആളുകൾ? അതൊന്നും അവരുടെ അഹന്തയാണ്. എല്ലാവരും ഈ തലമുറ വ്യത്യാസം, തലമുറകളുടെ അന്തരമാണോ അത്? തലമുറയുടെ അന്തരം കൊണ്ട് മാത്രമല്ല, തലമുറകളുടെ അന്തരം കൊണ്ട് വരുന്നത് നിസ്സാര കാര്യങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമാണ്. അടിസ്ഥാനപരമായ കാരണങ്ങൾ വേറെ ഉണ്ട് ഇതിന്. അത് അഹന്തയാണ്, ഈഗോ എന്ന് പറഞ്ഞ ഈഗോ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ വന്നൊരു സംശയം ചോദിച്ചപ്പോൾ അത് പറയുന്നു, നമ്മൾ പറഞ്ഞു തീരാൻ അവർ സമ്മതിക്കില്ല. ഉടനെ അവരിങ്ങോട്ട് എനിക്കും അറിയാവുന്നുള്ള ഉടനെ അത് ഇങ്ങോട്ട് കയറി പറയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം പിന്നെ നമുക്ക് പറയാനൊക്കെ ഇല്ല. അപ്പം പിന്നെ ആകെ ചെയ്യാവുന്നത് എഴുന്നേറ്റ് പോടാ എന്നത് മാത്രമേ പറയാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ വിശിഷ്ടാദ്വൈതം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വിശിഷ്ടാദ്വൈതത്തെക്കുറിച്ച് ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നെ രാമാനുജൻ ജീവിച്ചിരുന്നതെന്നാണ്, രാമാനുജൻ്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു, എത്ര ഭാര്യമാരുണ്ടായിരുന്നു രാമാനുജൻ എന്ന് പേര് വരാൻ കാര്യം എന്തായിരുന്നു, അപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു, അനിയൻ്റെ പേരെന്തായിരുന്നു, അച്ഛനമ്മമാരുടെ ഇതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞോളൂ. എന്നാൽ പിന്നെ ഇയാൾക്കിത് അറിയാമെങ്കിൽ അയാൾ അതനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ പോരെ, അല്ലെങ്കിൽ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ പോരെ, ഇങ്ങനെ പറയും. അപ്പോൾ ഇത് അറിഞ്ഞുകൂടാ എന്ന് സമ്മതിച്ച് തരുമ്പോഴേ ശിഷ്യനാകുള്ളൂ. നമ്മുടെ അനുശാസനത്തിന് ഈ പഠനത്തിൻ്റെ അനുശാസനത്തിന് ഈ കേൾക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയാൽ പോലും പഠനത്തിൻ്റെ അനുശാസനത്തിന് ഉതകുന്ന വിധത്തിൽ ശിഷ്യനിരിക്കണം, സ്വീകർത്താവിരിക്കണം. എന്നാലേ ദാതാവിന് അത് വേണ്ട തരത്തിൽ കൊടുക്കാനൊക്കുള്ളൂ. അപ്പോൾ ദാതാവിനെ ശല്യപ്പെടുത്താതെ അയാൾ പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് തോന്നിയാൽ തന്നെയും അത് കേട്ടുകൊണ്ടിരുന്നിട്ട് ഇതെല്ലാം കേട്ട് പഠിച്ച് വരുമ്പോഴാണ് പിന്നീട് മനസ്സിലാകുന്നത് ഇയാൾ പറഞ്ഞതിൽ തെറ്റുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാകുന്നു. ഇതാരും സമ്മതിക്കില്ല. അതേസമയം കുറേ നാൾ കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കുന്നുമുണ്ട്, ശരിക്കും അത് മനസ്സിലാകുകയും ചെയ്യും. പിന്നെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്നാണ്. ഞാൻ ഇത് പ്രീ ഡിഗ്രിക്ക് ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സ് ഫിസിക്സിലെ സയൻറ്റിസ്റ്റിനോട് ഇവൻ പ്രീ ഡിഗ്രിക്ക് ഫിസിക്സ് ആയിരുന്നു പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്. എന്നിട്ട് അത് വെച്ചുകൊണ്ട് പോയി സയൻറ്റിസ്റ്റിനോട് പോയി തിരക്കി കുറച്ച് കഴിയുമ്പോൾ പറയും, അല്ല എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നേ, എൻ്റെ പിന്നെ 16,001 ഭാര്യ അവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് ആ വഴി ഒന്ന് പോകണം, അപ്പോൾ ഒന്ന് ഇറങ്ങിയാൽ തിരക്കേണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ ജീവനം കൊണ്ട് രക്ഷപ്പെടാനേ നോക്കുള്ളൂ. ഇതുപോലെ ഏത് കാര്യം ഉൾക്കൊള്ളുന്നതിനും
ആ ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്ത തരത്തിൽ ഈ സംശയം ആരോടാണോ ചോദിച്ചത് അയാളോട് തനിക്കറിയാവുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ സാറേ ഈ ആസ്തികൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ആസ്തി ഉണ്ടായിരുന്നു അയാൾക്ക്. അയാൾക്ക് ആസ്തി അങ്ങനെ ഉണ്ടല്ലോ, ആസ്തി അങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലോ. ഒരുപാട് ആസ്തിയുണ്ട്. എന്നാലും ഇതുമാത്ര റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് അന്നും ഉണ്ടായിരുന്നില്ലേ? റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് അന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആസ്തികൻ. അതുകൊണ്ടാണ് ആസ്തിയുള്ളവൻ ആസ്തികൻ. അത് എസ്റ്റേറ്റ് ഇല്ലാത്തവൻ നാസ്തികൻ. നാസ്തികൻ. അപ്പോൾ ഇങ്ങനെ കയറി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള രീതി പഠിക്കാനും ഒക്കില്ല. ഈ കറി വയ്ക്കാൻ ഇന്ന തരത്തിൽ അത്ര ഉപ്പ് വേണ്ട കേട്ടോ. പിന്നെ ഇതിപ്പോൾ പിന്നെ ഒരു 2 തവിക്കുള്ള കറി ഉണ്ടല്ലോ, അപ്പോൾ 1 ചാക്ക് ഉപ്പെങ്കിലും വേണ്ടേ അതിന്? അപ്പോൾ അത് ഇത്രയേ ആകാവെന്ന് പറഞ്ഞാൽ അതനുസരിക്കില്ല. എന്നിട്ട് പിന്നെ ആ ഉപ്പ് വാരിയിട്ടിട്ട് ആർക്കും അത് കഴിക്കാൻ അത് പട്ടിയും കൂടി തിരിഞ്ഞു നോക്കാതെ മണത്തേച്ച് പോകുന്ന സ്ഥിതിയാകുമ്പോഴാണ് അപ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കി മകളൊന്നും ചിരിക്കും. ആ ചിരി കൊണ്ട് പ്രശ്നം തീർന്നു. കാരണം ഇത് സംബന്ധിച്ച് ചില പുസ്തകങ്ങളുണ്ടല്ലോ, അത് വായിച്ചിട്ടുണ്ടാകും. നിരോധിച്ച് കളയേണ്ടുന്ന ഒരു സാധനമാണ് ആ പുസ്തകങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ പിന്നെ മാത്രമല്ല ഇത് ആളുകളെ ഭയങ്കര തീറ്റപ്രിയന്മാരാക്കും. അതെ, ഇതിൻ്റെ മണമൊക്കെ കേട്ടിങ്ങനെ വായിൽ വെള്ളമേറി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും സ്ഥാപനത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടി മനുഷ്യൻ അനുഷ്ഠിക്കേണ്ടതാണ് എന്നതാണ് ഇവിടെ മകളോട് പറയുന്നു എന്ന രീതിയിൽ പ്രപഞ്ചശില്പിയായ ത്വഷ്ടാവ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നും പറഞ്ഞൊരു ചിലരുടെ മൂളലേക്കും അറിയാമല്ലോ, ഇത് അനുസരിക്കാൻ മനസ്സില്ല എന്ന തരത്തിലുള്ള മൂളലുണ്ട്. ഒത്താൽ അനുസരിക്കാവുന്ന തരത്തിലുള്ള മൂളലുണ്ട്, വിഗണിക്കുന്ന തരത്തിലുള്ള മൂളലുണ്ട്, പരിഹസിക്കുന്ന തരത്തിലുള്ള മൂളലുണ്ട്. ഇതിലേതെങ്കിലും പെടുത്താവുന്ന തരത്തിലുള്ള ഒരു മൂളിയിട്ട് അവൾ സംജ്ഞ ഇറങ്ങി അങ്ങ് പോയി. അങ്ങനെ പോയാണ് ഈ സ്വന്തം ഛായയിൽ സ്വന്തം രൂപത്തിൽ ഒരു പ്രതിരൂപം ഉണ്ടാക്കിയിട്ട് ആ പ്രതിരൂപത്തിന് ജീവൻ കൊടുത്തിട്ട് പ്രതിരൂപത്തോട് പറഞ്ഞു, ഞാൻ നീയാണ്, നീ മാർത്താണ്ഡൻ്റെ അടുത്ത് എന്ന് പറഞ്ഞോളാം, ഇങ്ങനെ ഞാൻ സംജ്ഞയാണെന്നേ പറയാവൂ, അല്ലാതെ സംജ്ഞയുടെ ഛായയാണ് എന്ന് ഒരു കാരണവശാലും പറയരുത്. അപ്പോൾ അവൾ പറഞ്ഞു, എന്തെങ്കിലും കാരണവശാലും അങ്ങോട്ട് ഞാനുമായിട്ട് വഴക്കിട്ടാൽ ഞാനിത് പറയും. അല്ല വഴക്കിട്ടാലും പറയരുത്. അല്ല വഴക്കിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുടി ചുറ്റിപ്പിടിച്ച് മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിച്ചാൽ ഞാൻ പറയും. അപ്പം ഈ മുടിക്ക് കുത്തിപ്പിടിച്ച് ഭാര്യയെ ഇടിക്കുക എന്നുള്ളത് അത്ര പ്രാചീനമായ ഒരു പരിപാടി, രണ്ട് പുതിയ പരിപാടിയൊന്നും അല്ലെങ്കിൽ പിന്നെ അന്നത്തെ കാലത്ത് മുടി ചുറ്റിപ്പിടിച്ച് കുനിച്ച് നിർത്തി ഇടിച്ചാൽ ഞാൻ പറയും എന്നവൾ പറയുമ്പോൾ അങ്ങനെ ഇടിക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിരുന്നു. ഭർത്താക്കന്മാർ അങ്ങനെ ഒരു അതിക്രമം കാണിച്ചിരുന്നു എന്ന് കാണിക്കാൻ പാടില്ലാത്തതാണെങ്കിലും ഇപ്പോഴും അത് കാണിക്കാൻ പാടില്ല. മുടിയൊക്കെ ധാരാളം ഉള്ളതുകൊണ്ടായിരിക്കും പണ്ടൊക്കെ സ്ത്രീകൾക്ക് മുടി ധാരാളം ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. കാരണം അതിനകത്തേക്ക് കൈ കിടത്തട്ടെ. മുടി കുറഞ്ഞിരിക്കുന്നതാണ് പെട്ടെന്ന് ചുറ്റിപ്പിടിക്കാൻ ഇത് ഇങ്ങോട്ട് പോരില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചിരി വരുത്തുന്ന ഒരു കാര്യം, അപ്പോൾ പണ്ടും ഭർത്താക്കന്മാർക്ക് സ്വഭാവത്തിൽ വലിയ വ്യത്യാസം, തരം കിട്ടിയാൽ ഇടിച്ചിരിക്കും. അതാണ് സ്ത്രീകൾക്ക് ഈ പലതരത്തിലുള്ള മറ്റു പീഡനങ്ങൾ കൂടാതെ ശാരീരികമായ പീഡനം. വഴക്ക് പറയുന്നത് അങ്ങനെ അച്ഛൻ ശാസിക്കും, മുത്തശ്ശൻ ശാസിക്കും, അമ്മ ശാസിക്കും, പിന്നെ ഇളയ മകൻ വരെ ശാസിക്കും. ഇത്രയും ആളുകളുടെ ശാസനം കേട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഭർത്താവ് വന്നിട്ട് ഈ മുടിക്ക് ചുറ്റിപ്പിടിച്ച് കുനിച്ച് നിർത്തിയിട്ട് ഇടിക്കുന്ന ഇടി. മുടിക്ക് ചുറ്റിപ്പിടിച്ച് വലിക്കുകയും മുടിക്ക് ചുറ്റിപ്പിടിച്ച് കുനിച്ച് നിർത്തി ഇടിക്കുകയും ചെയ്താൽ ഞാൻ പറയും. അപ്പോൾ പിന്നെ ഇവളുടെ പ്രതീക്ഷ എന്തായിരിക്കും? ഒന്ന് ഇടിച്ചെങ്കിൽ നന്നായിരുന്നു. കാരണം ഇത് ഈ രഹസ്യം പറയാമല്ലോ. രഹസ്യം സൂക്ഷിക്കുന്നത് പോലെ ബുദ്ധിമുട്ടുള്ളൊരു പണി വേറെ ഇല്ലല്ലോ.
അത് ആരോടെങ്കിലും പറഞ്ഞിട്ടേ സുഖം വരുള്ളൂ. അങ്ങനെ ഇവൾ വാക്ക് കൊടുത്ത് ശരി അങ്ങനെ മുടിക്ക് കുത്തിപ്പിടിച്ച് ഇടിക്കുമ്പോൾ വേണമെങ്കിൽ പറഞ്ഞോളൂ. ഇദ്ദേഹത്തിനാണെങ്കിൽ ആയിരക്കണക്കിന് കരങ്ങളുള്ളവനാണ്. അപ്പോൾ മുടിക്ക് കുത്തിപ്പിടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് കൈയെടുത്ത് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും കരങ്ങളോട് നിൽക്കുന്ന ആളാണ് ഈ മാർത്താണ്ഡൻ. അപ്പോൾ കുത്തിപ്പിടിക്കണമെന്ന് തോന്നിയാൽ വളരെ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോയി. അതിൽ 9 മക്കളുണ്ടായി. ഛായ അല്ല, സൂര്യനെ മനസ്സിലായില്ല. ഇല്ല, പുള്ളി ആ വഴിക്ക് ചിന്തിക്കുന്നില്ലല്ലോ. ഇല്ല. മറ്റേ മഹർഷി തുല്യനായ ശില്പി വിശ്വകർമാവ്, പ്രപഞ്ച ശില്പി, തനിക്ക് തൻ്റെ മകളെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹപ്രകാരം ഇദ്ദേഹം ചെറിയൊരു ത്യാഗം അതിനകത്ത് സഹിച്ചു കൊടുത്തു. ആഗ്രഹ പ്രകാരം വിവാഹം കഴിച്ചു കൊടുത്തതാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു മകള് ഇങ്ങനെ ഒരു വ്യാജം പ്രവർത്തിക്കും എന്ന് ചിന്തിക്കാൻ ഇദ്ദേഹം മുതിർന്നില്ലാത്തതുകൊണ്ട് അത് മനസ്സിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 9 മക്കളാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ഈ സാർ അത് 9 3 3 പേരെന്നാണ് ആദിത്യന്മാർ. അല്ല, ദ്വാദശാദിത്യന്മാർ ഈ സജ്ഞയിലുണ്ടാകുന്നതാണോ? ദ്വാദശാദിത്യന്മാർ സജ്ഞയിലുണ്ടാകുന്നു. ഈ യമനും യമുനയും ഒക്കെ ഉണ്ടാകുന്നത് അത് വേറെ. അത് യമനുണ്ട്, പിന്നെ 2 ആണും 1 പെണ്ണുമാണ്. 2 ആണും 1 യമനും ഇരട്ട പ്രസവിച്ചതാണ്. യമനും യമിയും ഇരട്ട പ്രസവിച്ചതാണ്. അതിൽ അവരുടെ പോക്ക് വേറെയാണ്. അതിലെ യമനാണ്. ഒരാളൂടെ ഉണ്ടായി. അവര് പിന്നെ ആണും കൂടിയുണ്ട്. അയാളുടെ പേരും മനു എന്ന് തന്നെ. അയാളില് ഈ യമനും യമിയും യഥാർത്ഥത്തിൽ ഋഗ്വേദത്തിലെ കഥാപാത്രങ്ങൾ. സൂര്യന്റെ ഗായത്രി ഉണ്ടല്ലോ, സൂര്യനും ഋഗ്വേദത്തിലെ കഥാപാത്രമാണ്. വ്യാസൻ ഈ കഥാംശങ്ങളെല്ലാം ഋഗ്വേദത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്കെടുത്ത് അത് വേറെ ചില ആവശ്യങ്ങൾ നിറവേറ്റത്തക്ക വിധത്തിൽ വർണ്ണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ത്വഷ്ടാവ് എന്ന വാക്കും ഋഗ്വേദത്തിൽ നിന്നെടുത്തതാണ്. അതിങ്ങനെ പ്രായപൂർത്തിയായപ്പോൾ യമി കയറി യമനെ പ്രേമിച്ചു. ഋഗ്വേദത്തിലെ കഥ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ സഹോദരിയാണ്. സഹോദരി സഹോദരനെ പ്രേമിക്കാൻ പാടില്ല. അതാണ് പൊതുവെ ആചരിച്ചു വരുന്ന നിയമം. അതുകൊണ്ട് ഇത് വിവാഹത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ബന്ധമല്ല. അതുകൊണ്ട് നീ വേറെ ആളെ വിവാഹം കഴിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് വീട്ടുകാരും എല്ലാവരും കൂടി പരിശ്രമിച്ചിട്ടാണ് യമിയെ അതിൽ നിന്ന് നീക്കുന്നത്. അപ്പോൾ ഈ അവിടെ മുതലാണ് ഇദ്ദേഹം ഒരു യമശീലനാണ് എന്ന് പൊതുവെ മഹർഷിമാർക്ക് മനസ്സിലാകുന്നത്. ഈ മകൻ യമശീലൻ എന്ന് വെച്ചെന്നാൽ യമിക്കാൻ കഴിവുള്ളവൻ, നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. അപ്പം അങ്ങനെ സത്യസന്ധനാണ്, വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ്. അല്ലെങ്കിൽ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവർക്ക് പോയി രജിസ്റ്റർ മാരേജ് ചെയ്താൽ മതി. അന്നത്തെ രജിസ്റ്റർ മാരേജിൻ്റെ പേരാണ് ഗാന്ധർവ വിവാഹം. പോയി ഈ ഒരു ഗന്ധർവനെ വിളിച്ചിരുത്തി ഗാന്ധർവ വിവാഹം അങ്ങ് നടത്തിയാൽ മതി. അപ്പോൾ ഗാന്ധർവ വിവാഹം എന്ന് വെച്ചാൽ വധൂവരന്മാർ തമ്മിൽ മാത്രം ആലോചിച്ച് ചെയ്യുന്ന വിവാഹമാണ് ഗാന്ധർവ വിവാഹം. ഗന്ധർവന്മാർ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അതിനെ ഗന്ധർവന്മാരുടേത് എന്ന അർത്ഥത്തിൽ ഗാന്ധർവ വിവാഹം എന്ന് പറയുന്നത്. അത് ചെയ്താൽ പ്രശ്നം തീർന്നു. പക്ഷെ അത് ചെയ്യാതെ നിലവിലിരിക്കുന്ന നിയമം അംഗീകരിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതനുസരിച്ച് ഇവരുടെ മനസ്സ് മാറ്റാനും അതിനവർ തയ്യാറുള്ള വന്നപ്പോൾ ആചാര്യന്മാരെയും മാതാപിതാക്കളെയും വിവരമറിയിക്കാനും അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതാണ് യമനും യമിയും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിച്ചത്. ഏത് ചുമതല? ആളുകളുടെ ജീവൻ കൊണ്ടുപോകുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി വിട്ടുവീഴ്ച ചെയ്യില്ല. എന്ത് ബന്ധമുണ്ടെങ്കിലും, എന്ത് അടുപ്പമുണ്ടെങ്കിലും, എന്ത് മമതയുണ്ടെങ്കിലും നിയമപരമായി വിട്ടുവീഴ്ച ചെയ്യുകയില്ലാത്ത ആള് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ
ഈ ആളുകളുടെ ജീവൻ കൊണ്ടുപോകുന്നതിൻ്റെ ചുമതല. ശ്രാദ്ധദേവൻ എന്നും പേരുണ്ടല്ലോ. ശ്രാദ്ധദേവൻ എന്ന പേരുണ്ട്. പേരുണ്ട്. കാരണം ഈ മരിച്ചു കഴിയുമ്പോഴാണ് ശ്രാദ്ധം വരുന്നത്. അതുകൊണ്ട് ശ്രാദ്ധത്തിൻ്റെ അധിപതി ശ്രാദ്ധദേവൻ എന്നും അദ്ദേഹത്തിന് പേരുണ്ട്. വേറെയും ശ്രാദ്ധദേവനുണ്ട്. ശ്രാദ്ധദേവൻ അര്യമാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അതിങ്ങനെ 12 പേരുണ്ട് മൊത്തത്തിൽ. അതിലേറ്റവും ഒടുവിലത്തെ ആളാണ് വിഷ്ണു. അപ്പോൾ എല്ലാവരുടെയും ഈ ദ്വാദശ ആദിത്യന്മാരിലെ 12 ഇതൊക്കെ വേദത്തിലെ ഇതാണ്. 12 അത് വ്യാസനോട് സ്വീകരിച്ചിട്ടുണ്ട് തൻ്റെ മഹാഭാരതത്തിലേക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 12 ആദിത്യന്മാരിലെ ഏറ്റവും കുഞ്ഞാദിത്യനാണ് വിഷ്ണു. ഇദ്ദേഹമാണ് ഏറ്റവും ഇളയത്. ഇദ്ദേഹത്തിൻ്റെ മൂത്തതാണ് ദേവേന്ദ്രൻ. ദേവേന്ദ്രനും ഈ ദ്വാദശാദിത്യന്മാരിൽ ഒരാളാണ്. അതുകൊണ്ടാണ് ദേവേന്ദ്രൻ്റെ ഉപേന്ദ്രൻ എന്ന് വിഷ്ണുവിനെ പറയാനുള്ള കാരണം ഇന്ദ്രൻ്റെ താഴെയുള്ള ഉള്ള അർത്ഥത്തിലാണ് ഉപേന്ദ്രൻ എന്ന് അദ്ദേഹം. ജൂനിയർ ഇന്ദ്രൻ. ജൂനിയർ ഇന്ദ്രൻ, ജൂനിയർ ജോർജ് ബുഷ് എന്ന് പറയുന്നത് പോലെ ജൂനിയർ ഇന്ദ്രനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉപേന്ദ്ര ഇന്ദ്രാവരജ ചക്രപാണി ചതുർഭുജ അമരകോശത്തിലെ അതിനകത്ത് ഉപേന്ദ്രൻ എന്ന 10-27 പര്യായങ്ങളുള്ളത് ഒന്നി ഉപേന്ദ്രൻ എന്ന. അതിൽ നിന്ന് പിന്നീട് ഈ വംശാവലി ഇങ്ങ് പോരുകയാണ്. വംശാവലി വന്ന് ശര്യാദിയിലെത്തും. ശര്യാദിയുടെ മകളാണ് സുകന്യ. ഇപ്പൊ സുകന്യയെ വിവാഹം കഴിക്കുന്നത് അതിനു മുമ്പ് തന്നെ ഇദ്ദേഹം ഈ ഛായയിൽ വസ്തുത മനസ്സിലാക്കും. യഥാർത്ഥത്തിൽ ഇവൾ എന്നെ കളിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് അതുമായി അദ്ദേഹം ചെറുതായി കലഹിക്കും. സൂര്യൻ അത് കഴിഞ്ഞ് ഇവളെ അന്വേഷിക്കുമ്പോൾ ഇവൾ പെൺകുതിരയുടെ രൂപത്തിൽ കാട്ടിലൊക്കെ ഇങ്ങനെ മേഞ്ഞു കിടക്കണം, പുല്ലിൽ നിന്ന് ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഇദ്ദേഹത്തിന് വ്യാസന് വളരെ പഥ്യമായ ഒരു വർണ്ണനയാണ് ഈ സ്ത്രീകൾ കാട്ടിൽ നടന്ന് പുല്ല് തിന്നുന്നു എന്നുള്ളത്. കേൾക്കുമ്പോൾ നമുക്ക് അതിൽ ചെറിയ ഒരു പരിഹാസം പോലെ തോന്നാമെങ്കിലും ഈ പ്രകൃതി സ്ത്രീ പ്രകൃതിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ പ്രകൃതിയും മനുഷ്യജീവനും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെ ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. പുല്ല് തിന്നു പറഞ്ഞാൽ പുല്ല് തിന്നു എന്നല്ല അർത്ഥം. പ്രകൃതിക്ക് അനുസൃതമായ സുന്ദരമായ ജീവിതം നയിച്ചു എന്നാണ്. കാട്ടിൽ നടക്കുമ്പോൾ കാട്ടിലെ കാട്ടാറിലാണ് കുളിക്കുന്നത്. നല്ല ഒന്നാം തരം വെള്ളത്തിൽ കുളിച്ചു. ആ വെള്ളത്തിൽ കുളിച്ചാൽ ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാകില്ല. പല തരത്തിലുള്ള ഔഷധ സസ്യങ്ങളും ചീഞ്ഞും അഴുകിയും അതിനകത്ത് ചേർന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റിനുള്ള നദിയുടെ ഇരു കരകളിലുമുള്ള ഇരു തീരങ്ങളിലുമുള്ള മിനറൽസ് ഉണ്ട്, ലവണങ്ങൾ. ആ ലവണങ്ങൾ ഇതിൽ കലർന്നിട്ടുണ്ട്. അങ്ങനത്തെ വെള്ളത്തിലാണ് ഈ കുളിക്കുന്നത്. അപ്പോൾ കുളിക്കുന്നതോടുകൂടി വലിയ ഉന്മേഷമാണ് ഉണ്ടാകുന്നത്. കുളി തന്നെ ആരോഗ്യദായകമാണ്. പിന്നെ എല്ലാ സാധനങ്ങളും വളരെ പച്ചയായിട്ട് കിട്ടും. ഇപ്പോൾ ആപ്പിളാണെങ്കിൽ നല്ല പച്ച ആയിട്ട് പഴുത്ത് പാകത്തിന് വന്ന പച്ച ആപ്പിൾ, വേറെ ഒരു തരത്തിലുള്ള കലർപ്പുമില്ല, മരുന്നും അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാ അടർത്തി ഇങ്ങെടുത്താൽ മതി. അടർന്ന് വീണ് കിടക്കുന്നത് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാ പഴങ്ങളും പ്രകൃതിയിൽ നിന്ന് ഒരു തരത്തിലുമുള്ള കലർപ്പോ മറ്റ് മായം ചേർക്കുന്ന വിഷങ്ങളോ ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ കിട്ടും. അങ്ങനെ തന്നെ കിട്ടത്തക്ക വിധത്തിൽ കാർഷിക വൃത്തിയുമായിട്ട് ഇണങ്ങിച്ചേർന്നിരുന്നു എന്നതാണെന്ന് പുരുഷന്മാരെക്കാളും കൂടുതൽ കാർഷിക വൃത്തിയിൽ ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്ത് ചട്ടിയും കലമൊക്കെ തേച്ച് കഴുതി മുറ്റടിച്ച് സർവ്വസംഗതികളും ചെയ്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ പാലും കൊടുത്തതിന് ശേഷം, കുഞ്ഞുങ്ങളുണ്ടാകില്ല, ഒരു കുഞ്ഞിനെ പാലും കൊടുത്തതിന് ശേഷം പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ, വിശ്രമിക്കുകയല്ലേ വീട്ടിൽ, പാടത്തേക്ക് പോവുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർ ആരോഗ്യമുള്ള ഒരു ജനതയായിട്ടാണ് വരുന്നത്. പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുന്നില്ല. അതുകൊണ്ട് മഴ കൊണ്ടാലും ഒന്നുമില്ല, വെയിൽ കൊണ്ടാലും ഒന്നുമില്ല. സിംഹം മഴ കൊള്ളുന്നത് പോലെയുള്ളൂ, സിംഹം വെയിൽ കൊള്ളുന്നത് പോലെയുള്ളൂ, അല്ലെങ്കിൽ പുലി, അല്ലെങ്കിൽ അതുപോലെ കാട്ടിൽ നടക്കുന്ന ശരഭം. ഈ എല്ലാ മൃഗങ്ങൾക്കും ഇപ്പം സിംഹം രാജാവാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ സിംഹത്തിൻ്റെ
എനിക്ക് തോന്നുന്നത് സിംഹം ഷേവ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ സിംഹം രാജാവാണെന്ന് നമ്മൾ പറയുന്നത്. അല്ലാണ്ട് സിംഹം പറഞ്ഞതല്ലല്ലോ ഇത്, ഞാനാണ് മൃഗങ്ങളുടെ രാജാവ് കേട്ടോ എന്ന് സിംഹം ആരോടും പറഞ്ഞതിന് ഒരു തെളിവില്ല. സിംഹം അക്കാര്യത്തിൽ നിരപരാധിയാണ്. സിംഹം അങ്ങനെ ഭാവിച്ചിട്ടുമില്ല. ഈ താടി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവനും കൊള്ളാമല്ലോ, തിരക്കേടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചൊരു മണ്ടത്തരമാണ് ഈ സിംഹത്തിനെ രാജാവാക്കിയത്. ആനയും കൂടി ബലം കൊണ്ട് പേടിച്ചു പോകുന്ന ഒരു മൃഗമാണ് ശരഭം. ഇവരെല്ലാവരും ഓടിക്കളയും ഇവനെ കണ്ടാലേ. ആനയും ഓടും, സിംഹവും ഓടും, പുലിയും ഓടും, സർവ മൃഗങ്ങളും ഓടിക്കളയും ശരഭത്തിനെ കണ്ട. ഈ മാനിൻ്റെ ആണ് ആകൃതി. അതിൻ്റെ ഒരു പ്രത്യേകത നോക്കണം. ഏറ്റവും പാവമായ മൃഗത്തിൻ്റെ ആകൃതിയിൽ ഏറ്റവും ഭീകരനായ ഒരു മൃഗം ഇരിക്കുകയാണ്. അവൻ കുമ്പിട്ട് ഇവരുടെ ആനയാണെങ്കിൽ ആനയുടെ താഴത്തേക്ക് കുമ്പിട്ട് ചെന്നിട്ട് നിവരും. അതോടുകൂടി ആനയുടെ വയറ് ഇങ്ങനെ കീറി ചോർന്നു പോകും. അത് കഴിഞ്ഞിട്ട് കുമ്പിട്ട് പുറത്തേക്ക് വരും. ആനയുടെ പണി അതോട് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഒരു ഇടിക്കൊക്കെ സിംഹത്തിനെ കൊന്നുകളയും. ഇങ്ങനെയുള്ളതാണ് ശരഭം.